തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 5-6 തിരുവചനങ്ങൾ. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. പിശാചിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ ഈശോയുടെ പക്കലുള്ളത്. ആ പരീക്ഷയിൽ ഒരു ഐറ്റം, 3-ൽ 1 പരീക്ഷ പിശാച് ആവശ്യപ്പെടുന്നത് ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളും രാജ്യങ്ങളും എല്ലാം കാണിച്ചിട്ട് നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ തരാം. കാരണം പിശാച് പറയുന്നത് ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ സൂചിപ്പിക്കും, പിശാച് ഇങ്ങനെ ഈശ്വര പക്കൽ ഈ കാണുന്ന ഈ സൃഷ്ടപ്രപഞ്ചം, ഈ ഭൂമി, അതിൻ്റെ രാജ്യങ്ങൾ, പ്രതാപ മഹത്വം അവയെല്ലാം തനിക്ക് നൽകപ്പെട്ടതാണെന്ന് പറയുമ്പം ഈശോ അതിനെ ഖണ്ഡിക്കുന്നില്ല. തെറ്റാണ്, നുണയാണ് നീ പറഞ്ഞത്, ശരിയല്ല, ഇത് പാപപിതാവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്, നിനക്ക് അധികാരം ഇല്ല എന്ന് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവം രേഖപ്പെടുത്തിയ സുവിശേഷകന്മാരും അവിടെ മറ്റ് കമൻറ്റുകൾ കൂട്ടിച്ചേർക്കുന്നില്ല. പിശാച് ഇത് നുണയായിട്ട് പറഞ്ഞതാണ്, അവ നുണയനായതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു കമൻറ്റും സുവിശേഷകന്മാരും ചേർക്കുന്നില്ല. അവരതേപടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പിശാചിൻ്റെ ഈ അവകാശവാദത്തിൽ എന്തോ ഒരു കഴമ്പുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ത്യത്താഴ വേളയിൽ ഈശോ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ 30-31 തിരുവചനങ്ങളിൽ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ ഇനിയും അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ മേൽ അധികാരമുണ്ടവന്, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല. ലോകത്തിൻ്റെ അധികാരിയായിട്ട് പിശാചിനെ ഇവിടെ ഈശോ കാണിക്കുന്നു. അത് ഒറ്റപ്പെട്ട ഒരു പരാമർശനമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ഒരു മുൻ അനുഭവം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പം, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. കോസ്മിക് എക്സോർസിസം എന്ന് നമ്മൾ ഈ ഒരു വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തെപ്പറ്റി നമ്മൾ നേരത്തെ ഈ വേദിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും താൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ. ഈശോ പറഞ്ഞ അന്ത്യത്താഴ്വേളയിൽ അവൻ എൻ്റെ മേൽ അധികാരമില്ല, ഈ ലോകത്തിൻ്റെ മേൽ അധികാരമുണ്ട്. പാപം ചെയ്യുന്ന മനുഷ്യ മക്കളുടെ മേൽ അവൻ അധികാരമുണ്ട് എന്ന് സൂചനയുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തിവലയത്തിലാണ് എന്ന് പറയുന്നു 19-ാമത്തെ തിരുവചനത്തിൽ. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ചിലപ്പോഴൊക്കെ ചില ബഹിഷ്കരണ ശുശ്രൂഷ നടത്തുമ്പോൾ വെളിപ്പെടുന്ന പൈശാചിക അരൂപികൾ ഈ വചനം പറഞ്ഞ് അവകാശപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വശം, ഈ ലോകത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ഒരു അവകാശം, ശക്തി കയറി കിടക്കുന്നത്. എങ്ങനെയാണ് ഈ ലോകം മുഴുവനിലും ഇങ്ങനെയുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അവനൊരു അധികാരം
അവന് നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നതായ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 18, 19 ഒക്കെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്തതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. ഇപ്പോൾ സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അത് സ്വന്തം ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ആരുടെ ഇഷ്ടത്താലാണ്? പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബാക്കി വായിക്കുമ്പം റോമ 8:21-22 സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. സമസ്ത സൃഷ്ടികളും ഒന്ന് ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ഒരു സൗഭാഗ്യത്തിൻ്റെതല്ല, സന്തോഷത്തിൻ്റെതല്ല, നിറവിൻ്റെതല്ല, തൃപ്തിയുടേതല്ല, മറിച്ചൊരു വ്യർത്ഥതയുടെ, ജീർണതയുടെ, ഈറ്റുനോവ് അനുഭവിച്ചതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് എങ്ങനെ പ്രപഞ്ചം പോയി? അതേപ്പറ്റി പറയുന്നത് സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്തതിന് അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യാശ കൊടുത്ത് സൃഷ്ടപ്രപഞ്ചത്തെ അധീനമാക്കിയത് ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണിങ്ങനെ: ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലെഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേലും അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും ആധിപത്യം, ഉത്തരവാദിത്വം, ചുമതല ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത് മനുഷ്യനെയാണ്. അപ്പോൾ മനുഷ്യനെയാണ് പ്രപഞ്ചം പ്രത്യാശയോടുകൂടെ നോക്കിയത്, തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവത്തിൻ്റെ സൃഷ്ടി മനോഹരമായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്റ്റേജും ഓരോ ഘടകവും പടിപടിയായിട്ട് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, മനോഹരമായിട്ടെല്ലാം ഒരുക്കപ്പെട്ടു. അങ്ങനെ ജീവജാലങ്ങളും മൃഗങ്ങളും സസ്യലതാദികളും എല്ലാം മനോഹരമായിട്ട് പർദീസയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുമ്പോൾ ആ പർദീസ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ നാളേക്ക് വേണ്ടി ചിന്തിച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്? ഇതെന്തായി സംഭവം? നമ്മളെല്ലാം മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ. മുറ്റത്തൊരു കല്യാണപ്പന്തലിട്ട് വേദിയെല്ലാം ഒരുക്കി നിൽക്കുമ്പം ഒരു വധു വരാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വേദി ഒരുക്കിയിരിക്കുന്നത്, മനോഹരമായി അലങ്കരിച്ചിരിക്കുക, ആൾക്കാരൊക്കെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാകുമ്പോൾ 6-ാം ദിവസം സൃഷ്ടി വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ ആകാംക്ഷയിലാണ്. ആർക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്? അപ്പോഴാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിനാഥനായിട്ട്, അതിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട്, സംരക്ഷകനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ പക്കലേക്ക് ദൈവം ജീവജാലങ്ങളെല്ലാം കൊണ്ടുവരുന്നു, മനുഷ്യനവയ്ക്ക് പേരിടുന്നു. ആ ഇട്ട പേര് അവിടെ പേരായി മാറി. അങ്ങനെ അധികാരത്തിൻ്റെ ആ ഒരു മനോഹരമായ ബന്ധം പ്രപഞ്ചം മുഴുവൻ മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് റോമ 8 ആ 19-20 വാക്യങ്ങളിൽ ഈ പ്രത്യാശയോടെ തങ്ങളെ അധീനമാക്കി മനുഷ്യൻ. പിന്നെ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ്റെ അഭീഷ്ടപ്രകാരം ആണെന്ന് പറയുന്നു. ഇപ്പോൾ സൃഷ്ടി ജീർണതയിലാണ്. എന്ത് ജീർണത? ഈ ഒരു തിന്മയുടെ ജീർണത. അതെങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആദ്യ വാക്യങ്ങളിൽ മനുഷ്യൻ്റെ പക്കൽ സർപ്പം വന്ന് സംസാരിക്കുകയാണ്. സർപ്പം വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ സർപ്പത്തിൻ്റെ സ്വരത്തിന് കാതോർത്തിട്ട് അതനുസരിച്ച് മാതാപിതാക്കൾ പ്രവർത്തിക്കുമ്പോൾ പാപത്തിൽ പെടുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:31, 32, 30 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ അടിമയെന്ന് പറയുന്നത് പിശാചിൻ്റെ അടിമത്തമാണ്. ഉൽപ്പത്തി 4 7-ാം തിരുവചനത്തിൽ കായൻ കോപത്തോടെ വെറുപ്പോടെ ആബേലിനെ കൊല്ലാനായിട്ട് ചിന്തിക്കുമ്പം സ്വർഗ്ഗത്തിൽ ദൈവം കായനെ വിളിച്ച് പറയുന്നുണ്ട്, പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, നീ ഓർമ്മിക്കണം, അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. അപ്പോൾ പാപവും നിന്നെ താല്പര്യം വെച്ചിരിക്കുന്നു, നീ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കീഴടക്കണം എന്ന് പറയുമ്പം പാപത്തിൻ്റെ ഒരു പ്രവൃത്തിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പാപത്തിൻ്റെ വക്താവിനെയാണ്. പാപത്തിൻ്റെ പര്യായമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തി, സർപ്പം, പിശാച്, അത് കായനെ കീഴ്പ്പെടുത്താൻ നോക്കും. കായൻ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് പാപത്തിനൊരു വ്യക്തി കീഴ്പ്പെടുമ്പോൾ ഒരു പ്രവൃത്തിയിൽ പെട്ടു എന്ന് മാത്രമല്ല, പാപത്തിൻ്റെ നിയന്താവായ പിശാച്
1 യോഹന്നാൻ 3:8 വായിക്കുന്നുണ്ട്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്, പാപത്തിൻ്റെ പര്യായം തന്നെയാണ്. ആ പിശാചിനാണ് കീഴ്പ്പെടുക. അപ്പോൾ മനുഷ്യൻ പിശാചിന് കീഴ്പ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരുന്ന ഈ സൃഷ്ടപ്രപഞ്ചവും കൂടി പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. ഒരു രാജാവ് ശത്രു രാജാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബന്ധിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പം ആ രാജാവിനെ മാത്രമല്ല കൈ കിട്ടിയത്. രാജാവ് കീഴ്പ്പെടുമ്പോൾ അതോടുകൂടി തന്നെ ആ രാജ്യം മുഴുവനും, ആ രാജ്യത്തുള്ള സകല സമ്പത്തുകളും ആൾക്കാർ മുഴുവനും ഈ വിജയിച്ച രാജാവിൻ്റെ, കീഴ്പ്പെടുത്തിയ രാജാവിൻ്റെ കീഴിലാവും, അടിമത്തത്തിലാവുകയാണ്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ കീഴ്പ്പെടുത്തിയപ്പോൾ മനുഷ്യൻ്റെ പക്കം ദൈവം ഏൽപ്പിച്ചത് ഈ പ്രപഞ്ചവും കൂടെ പിശാചിൻ്റെ കയ്യിലേക്ക് വന്നു. അവന് ഇവയുടെ മേൽ അവകാശം കിട്ടുന്നൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് പിശാച് ഈശോ പരീക്ഷിക്കുമ്പോൾ പറയും, നമ്മൾ ആദ്യം വായിച്ച് കേട്ടല്ലോ ലൂക്കാ 4-ലും മത്തായി 4-ലും ഒക്കെ ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചിട്ട് പറയുകയാണ്, ഇവയുടെ എല്ലാ മേൽ അധികാരം, അവകാശം എനിക്ക് നൽകപ്പെട്ടിരിക്കും, ഇവയെല്ലാം എൻ്റേതാണ്, ഞാൻ ഇഷ്ടമുള്ളവർക്ക് അവ കൊടുക്കും. അങ്ങനെ പിശാചിന് അവകാശം കിട്ടിയിരിക്കുന്ന ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ഉണ്ട് എന്ന് വചനം ഈ രീതിയിൽ സാക്ഷിക്കുകയാണ്. നമ്മൾ മുൻ സെഷനുകളിൽ ഇതേപ്പറ്റി അല്പം പശ്ചാത്തലമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പാപം വഴി ശാപമേക്കുന്ന അവസ്ഥ മണ്ണിൻ്റെ മേൽ നീ മൂലം ഈ പാപം ചെയ്ത വഴി മണ്ണിന് ശാപിക്കപ്പെട്ടതായി മാറിയിരിക്കുന്നു. ഉൽപ്പത്തി 3:17 പറയുന്നതും പിന്നെ അതിൻ്റെ വല്ലാണ്ട് മൂർച്ഛിച്ച അവസ്ഥ, ശാപഭൂമി വിഴുങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് യേശയ്യാ 24 പറയുന്നതുമൊക്കെ. ഒരിക്കൽ എൻ്റെ പക്കൽ പ്രാർത്ഥന ചോദിച്ചെത്തിയ ഒരു കുടുംബത്തെ ഓർക്കുകയാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി പൈശാചിക പീഡകളുണ്ട്, അസാധാരണമായ പൈശാചിക ഇടപെടലുകൾ. പ്രത്യേകിച്ച് വീട് കേന്ദ്രീകരിച്ചാണ്. ആ വീട്ടിൽ കതകിനിട്ട് വന്ന് ഇടിക്കുക, ചവിട്ടുക, ദുർഗന്ധം അനുഭവപ്പെടുക, ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ അത് നീറിപ്പോവുക, അല്ലെങ്കിൽ കേടായി പോവുക, ചീഞ്ഞു പോവുക. പിന്നെ ചില പ്രത്യേക കൊച്ചു ഉറുമ്പോ പാറ്റായോ ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. എങ്കിലും ഒരു അസാധാരണമായ രീതിയിൽ ചില ജീവികൾ ചില ദിവസം പെരുകി വീടിനകത്ത് മുഴുവൻ കാണുന്നു. അങ്ങനെയൊക്കെയുള്ള ചില, പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ ആളുകളുടെ സ്വരത്തിൽ വിളിക്കുന്ന കേൾക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ അസ്വസ്ഥതകൾ. ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ ചോദിച്ചു. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വീട്ടുകാരുടെ കൂടെ ആ വീട്ടിൽ ചെന്നു, സമയമെടുത്ത് ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വീട് വെഞ്ചരിച്ചു. അത് വെഞ്ചരിച്ച് കഴിയുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ വളരെ ആശ്വാസത്തിലേക്ക് വരുന്നത് കണ്ടു. പക്ഷെ പിന്നെ ഇത് ആവർത്തിക്കുകയാണ്. 2-3 പ്രാവശ്യം അങ്ങനെ വെഞ്ചരിച്ചു. പിന്നെ ഞാൻ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞ പോലെ അഭിനന്ദ പിതാവിൻ്റെ കൽപ്പന മേടിച്ച് പ്രത്യേകമായ രീതിയിൽ വെഞ്ചരിച്ചു. പിന്നീട് ആ വീട്ടിൽ കുർബാന ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് ഈ വീടിൻ്റെ അവസ്ഥയെപ്പറ്റി ഇങ്ങനെ ഞാൻ കൽപ്പന മേടിച്ചും കുർബാനയെല്ലാം അനുവാദം ചോദിച്ചൊക്കെ വന്നപ്പോൾ ഇന്ന് പിതാവ് തന്നെ ഒരിക്കൽ ചോദിച്ചു, ആ വീടിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായി, അതൊക്കെ ഒന്ന് ഫ്രീ ആയോ, മാറിയോ? അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, അത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറ്റമുണ്ട്, 2-3 ആഴ്ചത്തേക്ക് നല്ല ആശ്വാസമാണ്, പക്ഷേ പിന്നെ അങ്ങനെ ഉണ്ടാവുക, അതങ്ങ് മാറുന്നില്ല. അപ്പോൾ പിതാവ് അതേപ്പറ്റി വിശദമായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ ഒന്ന് വന്ന് വെഞ്ചരിക്കാം ആ വീട്. അന്ന് പല രൂപത പള്ളിക്കപ്പുറം പിതാവാണ്, രൂപത അധ്യക്ഷൻ. അങ്ങനെ ഒരിക്കൽ ഞാൻ പിതാവിനും കൂടെ വീട്ടിൽ പോയി അങ്ങനെ വീട് വെഞ്ചരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ ആഴ്ചകളിലേക്ക് അത് വളരെ ഭംഗിയായിട്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഈ അവസ്ഥ ആവർത്തിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ഞെരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ആ വീട്ടിലെ ആ കുടുംബിനിയാണ് ഇതിൻ്റെ ഏറ്റവും അസ്വസ്ഥ അനുഭവിക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, കുടുംബനാഥനുണ്ട്. കുടുംബനാഥൻ നല്ല പ്രാർത്ഥനയുള്ള വ്യക്തിയാണ്, നല്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധമായി ജീവിക്കുന്ന വ്യക്തി, നന്നായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ കുടുംബിനിക്കകത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അവർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം വല്ലാണ്ട് ഉറങ്ങിപ്പോകുന്നു, ഉറക്കം തൂങ്ങുന്നു, സാധിക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് താനും. ഇതിങ്ങനെ നീങ്ങുമ്പോൾ ഞാൻ എൻ്റെ ആത്മീയ പിതാവായിട്ട് കുരിശുവിൻ്റെ ആശ്രമത്തിലെ മരിദാസ് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ മക്കൾ ഒരിക്കലും ഇതേപ്പറ്റി ഞാൻ സംസാരിച്ചു. അച്ഛാ, ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, അവർ വല്ലാണ്ട് വിഷമിക്കുകയാണ്, ഞങ്ങൾ അവരെ സഹായിക്കാൻ നോക്കി, പക്ഷേ അത് വിജയിക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഫലമുണ്ട്, പക്ഷേ ആ ഫലം നിലനിൽക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അവരെ എനിക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പ്രാർത്ഥിക്കാനും കിട്ടിയാൽ കൊള്ളാം, ഞാൻ നോക്കാം. ഞാൻ അവരോട് സംസാരിച്ച് അവരൊരിക്കലും അവരുടെ വണ്ടിക്ക് ഞാനും അച്ഛൻ്റെ പക്കൽ ആ കുടുംബത്തോടൊപ്പം അച്ഛൻ്റെ പക്കൽ ഞങ്ങളെത്തി. അച്ഛൻ ഇവരെ കണ്ട് സംസാരിച്ചു. ആ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അച്ഛന് എന്നോട് ഒന്നൊരു കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അതിനകത്ത് അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം,
ഞാൻ ഒരിക്കലും അതിന് മുമ്പ് കേട്ടിട്ടില്ല അങ്ങനെ ഒരു കമൻറ്റ്. അച്ഛൻ പറഞ്ഞു, അച്ഛാ, ആ വീട് ഇരിക്കുന്ന സ്ഥലം പിശാചിന് അവകാശമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ആ വീട്ടിൽ, ആ പറമ്പിൽ, ആ വീട്ടിലങ്ങ് താമസിക്കുന്നവർ നല്ലതുപോലെ പ്രാർത്ഥന എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അന്ന്, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇങ്ങനത്തെ അനുഭവങ്ങൾ വേറെയില്ല. ഞാൻ ചോദിച്ചു, അച്ഛാ, പിശാചിന് എങ്ങനെയാണ് അവകാശം കിട്ടുന്നത് പറമ്പിൻ്റെ മേൽ, വസ്തുവിൻ്റെ മേൽ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ഇപ്പോൾ താമസിക്കുന്ന ഈ കുടുംബം ഇവർ ഒന്നും ചെയ്തതല്ല, ഇവിടെ ഭാഗത്തിൻ്റെ വീഴ്ചയൊന്നും അതിനകത്തില്ല. പക്ഷേ ആ പറമ്പിൽ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരാരോ പൈശാചിക അരൂപികളെ വിളിച്ചു വരുത്തി അവിടെ ഇങ്ങനെ കുടിയിരുത്തി അങ്ങനെ ചില കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുവഴി വന്ന പൈശാചിക സാന്നിധ്യവും സ്വാധീനവുമാണ് അങ്ങനെ പിശാചിൻ്റെ അവകാശം കിട്ടിയിരിക്കുന്നത്. പക്ഷെ പറയുമായിരുന്നു, പൈശാചിക സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ പാപം വഴി കടന്നു വരാം ഒരു സ്ഥലത്ത്. പിശാചിൻ്റെ, കാരണം പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. കട്ടിയായ പാപം സംഭവിക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ അവകാശം പോലെ അതുകൊണ്ട് വരുന്നുണ്ട്. അതുമായിട്ട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് പിശാചിനെ, പൈശാചിക അരൂപികളെ ഏതെങ്കിലും വ്യക്തികൾ ഉള്ളറിഞ്ഞ് വിളിച്ച് വരുത്തി അവരെ പ്രസാദിപ്പിച്ച് അവിടെ കുടിയിരുത്തുകയാണ്. അങ്ങനെ കുടിയിരുത്തി ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ ബഹുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ പിശാച് ഈശോയെ മരുഭൂമി പരീക്ഷിക്കുമ്പം ഈശോയോട് പിശാച് ആവശ്യപ്പെടുന്നത്, നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഞാൻ തരാം ഭൗതികമായ സമ്പത്തും കാര്യങ്ങളും എല്ലാം, എനിക്കിവിടെ അധികാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിശാചിൻ്റെ ഒരു വലിയ ക്രേവിങ്, ആഗ്രഹം, ഒരു ജ്വരമെന്ന് പറയുന്നത് ആരാധന എടുക്കുക എന്നുള്ളത്, ആരാധന കിട്ടുക. എന്നിട്ട് അവനെ ആരെങ്കിലും ആരാധിക്കാനോ പൂജിക്കാനോ ഒക്കെ തയ്യാറായാൽ അവിടെ അവന് സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമൊക്കെ കൊടുത്ത് കൂടും. പിന്നീട് ഈ അച്ഛൻ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ച് കേട്ടു, എനിക്കത്ര ബോധ്യമായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ആ പറമ്പിൽ താമസിക്കാൻ കുഴപ്പമില്ല, നമുക്ക് അവയ്ക്ക് മറികടന്ന് പോകാനുള്ള കരുത്ത് നമുക്കുണ്ട്. ലൂക്ക 10:19 അച്ഛൻ ചൂണ്ടിക്കാണിച്ചു, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ട് നടക്കാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് സംരക്ഷണം നമുക്ക് എടുക്കാനായിട്ട് പറ്റും, ഈശ്വര വചന വാഗ്ദാനം ഉണ്ട്. പക്ഷേ അവിടെ താമസിക്കുന്ന വ്യക്തികൾ ഇത് കരുത്തോടുകൂടെ എടുക്കാൻ തയ്യാറാവണം. ആ കുടുംബനാഥന് ആ കരുത്തുണ്ട്, ആ കുടുംബനാഥയ്ക്ക് അത്ര കരുത്ത് കാണുന്നില്ല. അതുകൊണ്ട് ആ കുടുംബനാഥയിലൂടെയാണ് ഈ ഒരു തിന്മ പിന്നെയും വെളിപ്പെട്ട് വരാനിട വരുന്നത് എന്നച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ മര്യാദാസ്യം പറഞ്ഞ ഈ പറമ്പിനെ പറ്റി പറഞ്ഞ കാര്യം പിശാചിന് അവകാശമായിട്ട് കിട്ടിയതാണ്. അതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചിട്ടയായ പ്രാർത്ഥന വളരെ ഗൗരവത്തിലെടുത്തെങ്കിൽ മാത്രമേ അതിനെ മറികടന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ പിശാചിന് അവകാശമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആശ്ചര്യം തോന്നിയെങ്കിലും പിന്നീട് നമ്മൾ വചനത്തിലേക്ക് നോക്കിയപ്പം പിശാച് അവകാശപ്പെടുന്നതായിട്ടും ഈശോ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടും പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. അല്ലെങ്കിൽ പിശാച് പറയുന്നത് ഇത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതാണല്ലോ അവകാശമായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ പിശാചിൻ്റെ അസാധാരണമായ ഇടപെടലുകൾ 6 എണ്ണം ഉണ്ട് എന്ന് ഈ വീട്ടിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പിശാചിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം തങ്ങളെ തന്നെ തുറന്നു കൊടുക്കുന്നതാണ്, പേഴ്സണൽ സബ്ജുഗേഷൻ. അത് വഴിയായിട്ട് വരുന്ന പൈശാചിക പീഡ, സ്വാധീനമെന്ന് പറയുന്നത് ഗൗരവം കൂടിയതാണ്. നമുക്കറിയാം, വിളിക്കാതെ ഒരാൾ വീട്ടിൽ വന്നാൽ നമുക്കവരെ സ്വീകരിക്കാം, നമുക്ക് അസൗകര്യമാണെങ്കിൽ കാര്യം പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്വീകരിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് നമുക്കവരെ പറഞ്ഞു വിട്ട് നമ്മുടെ കാര്യങ്ങളായിട്ട് നീങ്ങാൻ പറ്റും. അവർ പോകും, കാരണം നമ്മൾ വിളിച്ചിട്ട് വന്നതല്ല, അവർ പ്രതീക്ഷിച്ചില്ല. അതേസമയം നമ്മൾ ആരെയെങ്കിലും അറിഞ്ഞ് വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ വീട്ടിൽ ആൾക്കാർ വന്നാൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവരെ സ്വീകരിക്കാൻ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ, അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിച്ച ആൾക്കാർ കടപ്പെട്ടവരാണ്. മാത്രമല്ല, വന്നു കഴിയുമ്പോൾ അവരോട് ചുമ്മാ നമ്മൾ 1-2 കാര്യം പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോകാറായില്ലേ, പോകുന്നു അങ്ങ് ചോദിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ വിളിച്ചു വരുത്തിയവരാണ്. അപ്പോൾ അവർ വന്നു കഴിയുമ്പം അവരവിടെ ഇരിക്കുന്നിടത്തോളം സമയം നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യണം, അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് ഭക്ഷണം ഒരുക്കണം, കൊടുക്കണം. അങ്ങനെ അവർ പോകാറാകുമ്പം എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് എന്നാൽ സന്തോഷം, ആയിക്കോട്ടെ, നന്ദി എന്ന് പറയാൻ പറ്റുള്ളൂ. പൈശാചികമായ ഈ സ്വാധീനങ്ങൾ വരുന്നിടത്ത് 2 തരമുണ്ട്. ഒന്ന്, എവിടെയെങ്കിലും പിശാച് ഇടിച്ചു കയറി വരുന്നു.
പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അരുൺ സിംഹത്തെ പോലെ ആരെ വിഴുങ്ങുമെന്ന് അന്വേഷിച്ച് പിശാച് ചുറ്റി നടക്കുന്നു. അങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും അവസരം കാണുമ്പോൾ അവൻ ഇടിച്ചു കയറാൻ നോക്കുകയാണ്. പാപത്തിൻ്റെ അന്തരീക്ഷമുണ്ട്, പാപത്തിൻ്റെ കെട്ട അവസ്ഥയുണ്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ പരിസരത്തിൽ. അപ്പോൾ വരുന്ന പിശാചിൻ്റെ ഒരു സാന്നിധ്യം, അതിനെ നമുക്ക് ഈ പാപം നീങ്ങുമ്പോൾ, പാപം ഏറ്റുപറഞ്ഞ് ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുമ്പോൾ പിശാചിൻ്റെ അവകാശവും തീർന്നു പോകും. സക്കറിയ 3:1 മുതലുള്ള വാക്യങ്ങൾ പറയുന്ന പോലെ പ്രധാന പുരോഹിത ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രം അത് നീക്കപ്പെട്ടപ്പോൾ സാത്താൻ അവിടുന്ന് പോയി എന്ന് പറഞ്ഞ് നീങ്ങിപ്പോകും. പക്ഷേ രണ്ടാമത് ഈ പറഞ്ഞത് ഒരു വ്യക്തിയായിട്ട്, ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ട്, വീട്ടിലെ ആൾക്കാരായിട്ട് പൈശാചികളെ വിളിച്ച് വരുത്തുകയാണ്. അങ്ങനെ വന്ന് കയറുന്നത് അവകാശം കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഇറങ്ങിപ്പോകാനും പറയാൻ എളുപ്പമല്ല. അവന് നമ്മുടെ ശക്തമായ പ്രാർത്ഥന വഴി കീഴ്പ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ലൂക്ക 10:19 ഈശോ പറയുന്നത് അങ്ങനെയാണല്ലോ, ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ. പക്ഷെ നിരന്തരമായ പ്രാർത്ഥനയും വിശുദ്ധമായ ജീവിതവും വഴിയുള്ള കരുത്ത് അവിടെ ആവശ്യമായിട്ട് വരികയും ചെയ്യും. നമുക്ക് തിരുസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനയെ ചേർക്കാം. സ്നേഹനാഥനായ ഈശോയെ, ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് അങ്ങ് ഭൂമിയിലേക്ക് വന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തമായ ശുശ്രൂഷ അതുവഴിയായിട്ട് മനുഷ്യ മക്കളെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചിച്ചു. മാമോദിസയിലൂടെ ആ വിടുതൽ ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങൾ താമസിക്കാനുള്ള വീടുകളും പരിസരവും അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ സ്പർശനം വേണ്ടി വിശുദ്ധീകരിക്കപ്പെടാൻ അങ്ങ് ആഗ്രഹിച്ചു. ഈശോയെ, പിശാചിന് ഈ സൃഷ്ടപ്രപഞ്ചത്തിന് കിട്ടിയിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് അവബോധം നൽകുകയായിരുന്നല്ലോ. ദൈവവചനം വ്യാഖ്യാനിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. അങ്ങയുടെ പക്കൽ സാത്താൻ അവകാശം ഉന്നയിച്ചു. ഈ ലോകം മുഴുവൻ്റെ മേൽ അധികാരം അവന് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങ് നിഷേധിച്ചില്ല. അങ്ങ് തന്നെ പറഞ്ഞു ലോകത്തിൻ്റെ പ്രമാണിയാണ് അവൻ. ഈശോയെ, നിങ്ങളിപ്പോൾ പങ്കുവെച്ചതായ ചില അനുഭവങ്ങളിലൂടെ പിശാചിന് അവകാശം ഞങ്ങളുടെ പറമ്പുകളിൽ എങ്ങനെ, വീടുകളിൽ എങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. കർത്താവായ ഈശോയെ, പിശാചിന് ഞങ്ങളുടെ ഭവനങ്ങളിലോ പറമ്പുകളിൽ കിട്ടിയ അവകാശങ്ങളെ മുഴുവനും തിരിച്ചറിയാനും അതിനെ പറിച്ചു കളയാനും ദൂരീകരിക്കുവാനും അങ്ങയോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ ആ കരുത്തുള്ള ശുശ്രൂഷകരാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലുപരി കർത്താവേ, ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ അറിയുന്നു. പിശാചിന് അവകാശം ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ വാസം പൈശാചികമായ ഞെരുക്കങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിലാണെന്നുള്ളത് ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി സഭയിൽ വച്ചിരിക്കുന്ന ദൈവരാജ്യ സഹായങ്ങൾ, കൃപാവരം, നിറവ് അറിഞ്ഞ് സ്വീകരിച്ച് ഞങ്ങളുടെ ജീവസാഹചര്യങ്ങളും സകല തിന്മയുടെ സാന്നിധ്യങ്ങളെയും കീഴ്പ്പെടുത്തി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനും കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗവൺ മൗണ്ടനുഭവ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ, നിൻ്റെ വചനത്തിന് സമയം കാതോർത്ത് വിശ്വാസത്തോടെ തുറവയോടെ സ്വീകരിച്ച് ഈ സമയം അവരുടെ വീടുകളെയും പറമ്പുകളെയും ഭൗതിക സാഹചര്യങ്ങളെയും അങ്ങയുടെ ശക്തമായ സ്പർശനത്തിനും കുരിശൻ്റെ മുദ്രികയുമായി കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ച് അവയെല്ലാം മനസ്സുകൊണ്ട് സമർപ്പിച്ചായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ ഈശോയെ കരമുയർത്തി അങ്ങയുടെ കുരിശൻ്റെ മുദ്ര കീഴ്പ്പെടുത്തിക്കൊണ്ട് ദാസൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശൻ്റെ ശക്തമായ സ്പർശനം, മുദ്ര ഈ മക്കളുടെ മേൽ പതിയട്ടെ. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രമാണി പുറന്തള്ളപ്പെടും എന്നങ്ങ് പഠിപ്പിച്ചല്ലോ. ഈശോയെ, ആ ഒരു കോസ്മിക് എക്സോസിൻ്റെ സ്പർശനം ഈ മക്കളിലേക്ക് ഈ സമയം തന്നെ കടന്നു വരട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ വീടുകളോടും ഭൗതിക വസ്തുക്കളുടെ സാഹചര്യങ്ങളും കൂടെ വലിയ വിടുതൽ അനുഭവം ദൈവരാജ്യ കരുത്തുമായിട്ട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.